പിന്നെ റിപ്പീറ്റ് അടിച്ച് കാണും തോറും നമുക്ക് അതിൻ്റെ ഇമോഷണലി കൂടുതൽ കണക്ട് ആവുക ചെയ്യുന്നത്. അസാധ്യം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. അടിപൊളി. ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട് കാണാൻ. ഈ ഒരു അത്രയും പഴയ ഒരു പടം പുതിയൊരു ഇതിൽ 4K കാണാൻ വേണ്ടി ഭയങ്കര രസമുണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. നല്ല ക്വാളിറ്റി തന്നെയാണ്. താങ്ക് യു. എങ്ങനെ ഉണ്ടെന്ന് 4K കാണുന്നത് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കേണ്ട കാര്യമുണ്ട്. അമരത്തിനെ സംബന്ധിച്ച് അടിപൊളിയല്ലേ, സൂപ്പർ. ഇത് കാണേണ്ട പടം. തിയേറ്ററിൽ നിന്ന് നമ്മൾ കണ്ടില്ലാത്തൊരു തിയേറ്ററിൽ നിന്ന് ഇപ്പോൾ കാണാൻ കിട്ടിയൊരു അവസരമാണ്. അത് നന്നായിട്ട് നമുക്ക് ആസ്വദിക്കേണ്ട പടം തന്നെയാണ്. അടിപൊളിയായിരുന്നു. സൂപ്പർ. അടിപൊളിയായിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ അന്ന് യഥാർത്ഥത്തിൽ അന്ന് 18 വയസ്സിൽ കണ്ടതിനേക്കാളും ഗംഭീരമായിട്ടുണ്ട്. 34 വർഷം കഴിഞ്ഞിട്ടും ഒരു മാറ്റവും ഇല്ല. സൂപ്പർ. ഞാൻ എൻ്റെ 10ാം വയസ്സിൽ കണ്ടതാണ്. ഇപ്പം ഞാൻ പറയാൻ മക്കൾ കിട്ടണില്ല. അത്രക്ക് ഫീലിംഗ് ആയിപ്പോയി അതിൻ്റെ ഓരോ സീനും ഇപ്പം കണ്ടപ്പോൾ. നല്ല അടിപൊളിയായിട്ട് അവർ സ്ട്രീറ്റ് പേസ് എടുത്തിട്ടുണ്ട്. ഇവർ എടുത്തവർക്ക് ഭയങ്കര എന്താ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല ഇപ്പോഴത്തെ ഫീലിങ്. അതായത് അതിൽ ഓരോ മൂമെൻറ്റ്സും ഓരോ എന്താ ഇതിന് പറയാൻ പറ്റിയ വാക്ക്. മലയാള സിനിമയിൽ ഇനി ഇങ്ങനത്തെയൊക്കെ പടങ്ങൾ വരുമോ എന്നാണ് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ 10ാം വയസ്സ് അന്ന് നമുക്ക് ഇതിനെപ്പറ്റി അധികം അറിയില്ല. പക്ഷേ ഇന്നത് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാകുന്നത്. നമ്മുടെ മമ്മൂക്ക ഫാൻസിന്റെ ജനറൽ സെക്രട്ടറിയും കൂടിയാണ്. അപ്പോൾ പ്രത്യേകം പുള്ളിയെ നമ്മൾ ക്ഷണിച്ചതാണ്. കാരണം മമ്മൂക്കയുടെ എല്ലാ പടങ്ങളിലും ഇവർ സഹകരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സിനിമ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള ഇവരുടെ ഇമോഷൻസ് കൂടെ ഞങ്ങൾക്ക് അറിയണമായിരുന്നു. അപ്പം അതാണ് ശരിക്കും ഷാനവാസിന്റെ കണ്ണ് നിറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 34 വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയ ഈ സിനിമ, അതായത് ഇതിൻ്റെ തിരക്കഥ എന്ന് പറഞ്ഞാൽ AK ലോഹിദാസ്. വളരെ ശക്തമായ തിരക്കഥ, ഒരു സാധാരണക്കാരുടെ കഥ പറഞ്ഞത്. അന്നത്തെ ക്വാളിറ്റിയിൽ ഇന്നത്തെ ഇതല്ലേ 34 വർഷങ്ങൾക്ക് മുമ്പ് ഭരതേട്ടൻ്റെ ഇതിൽ ലോഹിദാസ് എന്ന ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. പക്ഷേ മമ്മൂക്കയുടെ ശക്തമായ കഥാപാത്രം, ഓരോ ചലനങ്ങൾ, അതായത് അദ്ദേഹത്തിൻ്റെ ആ ഓരോ നടപ്പും സംഭാഷണവും ഓരോ രീതിയും, കോസ്റ്റ്യൂം, ക്യാമറ, മധുവമ്പാട്ടിൻ്റെയൊക്കെ ക്യാമറ അന്നത്തെ സമയത്തുള്ള ഇത് 4K ഇറക്കിയത് ഈ കാലഘട്ടത്തിലെ പിള്ളേർ കാണേണ്ട ഒരു സിനിമയാണ്. കുടുംബ ബന്ധങ്ങൾ പറയുന്ന ഒരു സിനിമ, അച്ഛനും മകളും തമ്മിലുള്ള ആ ഒരു ഇതും, പിന്നെ അച്ഛനും മകനുമായിട്ടുള്ള അശോകൻ, പിന്നെ ഒരുപാട് പേര് നമ്മുടെ നിന്ന് വേർപിരിഞ്ഞു പോയ ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും. മുരളിച്ചേട്ടൻ, പിന്നെ ലളിതാമ്മ, പിന്നെ അവരെ സൈനുദ്ദീൻ, അങ്ങനെ ഒരുപാട് കഥ. ബാലൻ കെ നായർ, ദേശീയ അവാർഡ് ജേതാക്കളാണ് ഇവരൊക്കെ. മുരളി ചേട്ടനും ബാലൻ കെ നായർ എന്നൊക്കെ പറഞ്ഞു. വളരെ ശക്തമായ ഈ സിനിമ അന്നത്തെ സമയത്ത് തന്നെ ഈ സിനിമ കേരളത്തിൽ വളരെ ഓളങ്ങൾ സൃഷ്ടിച്ച സിനിമയാണിത്, അലയടിച്ച സിനിമയാണിത്. ക്വാളിറ്റി അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ 4K സിസ്റ്റത്തിൽ ഇറക്കിയേക്കണ ഇത് നല്ല രസമായിട്ടുണ്ട്. മമ്മൂക്കയുടെ പിന്നെ ഒന്നും പറയാനില്ലല്ലോ. ഇപ്പോഴും അവാർഡുകൾ മേടിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ഇനിയും ചെയ്യാനുണ്ട്. അതായത് എത്ര കോടി ജനങ്ങൾ അത്തരം കഥാപാത്രങ്ങൾക്ക് അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ പറ്റും, അദ്ദേഹത്തിന് പറ്റിയത്. എന്തായാലും വളരെ ശക്തമായ സിനിമ, എല്ലാവർക്കും വന്ന് കാണാം.